ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതെ പോകാൻ പറ്റത്തില്ല. ഞാൻ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നാളെ ചെയ്യാം. പക്ഷേ ഇന്ന് പറയേണ്ട കാര്യങ്ങൾ ചിലത് ഇന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. മര്യാദയ്ക്ക് ഗെയിം കളിച്ച് എല്ലാവരും സന്തോഷമായിട്ട് ഇന്നത്തെ ഒരു ഈസ്റ്റർ ദിനം അവർക്ക് ചെയ്ത് തീർക്കാമായിരുന്നു ഈ കണ്ടസ്റ്റൻസിന്. പക്ഷേ പറ്റില്ല. ഗെയിം വളരെ സിമ്പിളായിരുന്നു. ഇത്ര ഒച്ചപ്പാട് അവിടെ ഉണ്ടാക്കി കാര്യങ്ങളെല്ലാം വഷളാക്കി. കാര്യം അഖിലിന് അതിൻ്റെ ഇടയിൽ ദേഷ്യം വന്നു, മോശം വാക്കുകൾ ഉപയോഗിച്ചു. പക്ഷേ എനിക്ക് അഖിലിനെ അങ്ങ് കംപ്ലീറ്റ്ലി കുറ്റം പറയാൻ പറ്റുന്നില്ല, അഖിലിനെ അങ്ങ് അടച്ച് കുറ്റം പറയാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ കാര്യം ഫുൾ ദേഷ്യമായിട്ട് ഓൾറെഡി നിൽക്കുക. ബിക്കോസ് അവിടെ ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയുന്നു, പുറകിൽ നിന്ന് ചൊറിയാൻ പറയുന്നു. അതുപോലത്തെ ഒരു കുക്കർ പോലത്തെ ഒരു സിറ്റുവേഷനാണ്. കാര്യം ഗെയിം സിമ്പിളാണ്, ഇത്രയും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. പുറകിൽ നിന്ന് ആൾക്കാർ ചൊറിയുന്നു, പുറകിൽ നിന്ന് കമൻ്റ് അടിക്കുന്നു, ആൾക്കാരുടെ കോൺസെൻട്രേഷൻ കളയാൻ നോക്കുന്നു. ചില ആൾക്കാർ നാച്ചുറലി കോമ്പറ്റീറ്റീവ് ആണ്. അങ്ങനെ പുറകിൽ നിന്ന് ആൾക്കാർ പറയുന്ന കേൾക്കുമ്പം പുള്ളിക്കാരനെ കൺട്രോൾ വിട്ടിട്ട് ഒരു തെറ്റായ വാക്ക് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പല തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നു. അത് അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകൾ, അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ. അതെല്ലാം ശരിയാണ്. പക്ഷെ ചിലപ്പം ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചിലത് വിട്ടുപോവും, ചിലത് പറഞ്ഞു പോവും. എന്ന് വെച്ച് അയാളൊരു സംസ്കാരമില്ലാത്തൊരു മനുഷ്യനാണെന്നോ, അയാൾ ഭയങ്കര മോശം ഒരു മനുഷ്യനാണെന്നോ, ലൈഫിൽ സീറോ ആണെന്നോ ഒന്നൊന്നുമില്ല. ആൾക്കാർക്ക് തെറ്റ് പറ്റും. തെറ്റ് തിരുത്താനുള്ള അവസരങ്ങൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളാണ് ശരിക്കും സംസ്കാരമില്ലാത്തവർ. ആൾക്കാർക്ക് നന്നാകാൻ, തെറ്റ് വന്നവർക്ക് തെറ്റ് തിരുത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ റെഡിയല്ലേ? വിട്ട വാക്കുകൾ ഓൾറെഡി കൈവിട്ടു പോയി. നമ്മുടെ മോഹൻലാൽ പറയുന്ന പോലെ കൈവിട്ട വാക്കും കൈവിട്ട ആയുധവും പോയി, തിരിച്ചൊരിക്കലും വരത്തില്ല. പക്ഷേ എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിനെ മാപ്പ് ചോദിക്കുക. അപ്പം അഖില് പറയുന്നുണ്ട്, ഒരാളെയോ രണ്ടാളെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. ബിക്കോസ് പുറകിൽ നിന്ന് വരുന്ന കമൻറ്റുകളാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ക്ലിയർ അല്ല. ചിലപ്പോൾ അറിയായിരിക്കും, കള്ളം പറഞ്ഞായിരിക്കും, അറിയത്തില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അഖില് പറയുന്ന ഇതാണ്. അഖിലിന് അറിയില്ല. പൊതുവായിട്ടാണ് പുള്ളിക്കാരൻ ചീത്ത വിളിച്ചത്. അപ്പം പുള്ളിക്കാരൻ പൊതുവായിട്ട് മാപ്പ് ചോദിച്ചു. പുള്ളിക്കാരൻ മാപ്പ് ചോദിക്കാൻ റെഡി ആയിട്ട് മാപ്പ് ചോദിച്ചു. അപ്പം ഈ സെറീന പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും സാക്ഷിയാണ് സെറീന. എവിടെ പ്രശ്നം ഉണ്ടാക്കണോ അവിടെ സെറീന സാക്ഷിയാകും. സെറീന വന്നിട്ട് പറയും, ഞാനത് കേട്ടു, ഞാനത് കണ്ടു, ഇതിങ്ങനെയല്ലേ ചെയ്തേ, അത് അങ്ങനെയല്ലേ ചെയ്തേ. അതും നടക്കുന്ന സാഹചര്യത്തിലല്ല ഒന്നും നടക്കുന്നത്. അതിന് ശേഷം ആലോചിച്ച് പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് കുത്തിത്തിരിപ്പും ബാക്കി ആൾക്കാർക്ക് എരിവ് കയറ്റി കൊടുക്കുന്ന സ്വഭാവമാണ് ഈ കാണിച്ചത് സെറീന. അവിടെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞു പോകാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അത് വെയിറ്റ് ചെയ്തില്ല. ജുനൈസും എന്താ പറഞ്ഞത്, വെയിറ്റ് ചെയ്യാന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. പക്ഷേ സെറീന റെനീഷനെ ഇളക്കി വിട്ടു, സാഗറിനെ ഇളക്കി വിട്ടു, രണ്ടുപേരെ ഇളക്കി വിട്ടു. അവിടെ സെറീന ഇതിന്റെ പുറകിൽ ഭയങ്കര ഗെയിം കളിക്കുന്നുണ്ട്. അഖില് ചെയ്തത് ന്യായീകരിക്കുകയല്ല ഞാൻ. അഖില് ചെയ്തത് ചെയ്തു, അതിലുള്ള തെറ്റ് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. അതിന് പൊതുവായിട്ട് മാപ്പ് പറയുകയും ചെയ്തു, പറയുകയും വേണം. അതിലൊരു വ്യത്യാസമില്ല. അത് ഞാൻ മാപ്പ് പറയിപ്പിച്ചു. ഇതൊന്നും പോരാതെ അഖിലിനെ പുറകെ നടന്ന് റെനീഷയും സെറീനയും കൂടി പിന്നെയും പ്രവോക്ക് ചെയ്യാൻ വേണ്ടി അങ്ങ് ചൊറിയാണ്. എന്ന് വെച്ചാൽ മുന്നിൽ പോയി നിന്ന് ഒരാൾ കസേരയിരിക്കുന്നു, അയാളുടെ മുന്നിൽ പോയി മോളിൽ നിന്ന് അടിയിലേക്ക് നോക്കുന്ന പോലെ നിന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ ഇവിടെ നിന്ന് പിന്നെയും വർത്തമാനം പറയും, നിങ്ങൾ പ്രവോക്കാണെങ്കിൽ പ്രവോക്കാവുക, ഞാൻ ചെയ്യും. കാര്യം പുള്ളിക്കാരിക്ക് അവിടെ നിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ എന്തിനാണ് അങ്ങനെ? നിങ്ങളുടെ നിലപാട് പറഞ്ഞോളൂ, നിങ്ങളുടെ നിലപാട് ഉറക്കെ പറയണമെങ്കിൽ ഉറക്കെയും പറഞ്ഞോളൂ. പക്ഷേ ഒരാൾ ഓൾറെഡി അവിടെ വേറെ പ്രശ്നമായിട്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെയും കയറി ചൊറിയാൻ എന്തിനാ പോകുന്നത്? എന്ന് വെച്ചാൽ ഒരു ലെവൽ വിട്ട് പിന്നെയും ചെയ്യാൻ പാടില്ല. അവിടെ വെച്ച് നിർത്തണം. അഖില് ചെയ്തത് തെറ്റാണെന്ന് അല്ലെങ്കിൽ അത് ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ റെനീഷ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അത് നമ്മൾ പറയണ്ടേ? ചില ആൾക്കാർക്കുള്ള ഒരു രോഗമാണ് ഹൈപ്പോ തൈറോയിഡിസം. അതിൻ്റെ ഒരു ലക്ഷണമാണ് ദേഷ്യം വരിക. അതൊരു അളവ് വിട്ട് ദേഷ്യം വരിക. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പം അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കണം. അവരുടെ ആ ഒരു ഹോർമോൺ ലെവൽസ് ചേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ അവർ ദേഷ്യമായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവർക്കൊന്ന് കാം ഡൗൺ ആകാൻ വേണ്ടിയുള്ളൊരു സമയം കൊടുക്കണം. അത് കൊടുക്കാതെ പിന്നെയും അവരുടെ അടുത്ത് ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും ദേഷ്യം വരികയും പിന്നെയും പ്രശ്നമാകുകയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് അഖിലിനെ പിന്നെയും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രൊമോ എല്ലാം കണ്ടിട്ട് നാളെയും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകണം. അവർ പിന്നെയും പ്രൊവോക്ക് ചെയ്ത് അഖിലിനെ കൊണ്ടൊരു തെറ്റ് വരുത്താൻ,
ഒരു കുറ്റം എങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അഖിലിനെ ആ പേര് പറഞ്ഞ് പുറത്താക്കാൻ പറ്റും എന്ന് വിചാരിച്ചാണ് ഈ റെനീഷയും സാഗറും പുറകെ നടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത്. കാര്യം റെനീഷയെ കുറിച്ച് നല്ല വീഡിയോസ് കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് റെനീഷ അഖിലിൻ്റെ അടുത്ത് ചോദിച്ചതൊന്നും തെറ്റല്ല, എല്ലാം കറക്റ്റാണ്. പക്ഷേ സാഗർ അഖിലിനെ പിടിച്ച് തള്ളിയപ്പം റെനീഷ ഇത്രയും ദേഷ്യത്തോടുകൂടി റെനീഷ അവിടെ കയറി ചോദിച്ചില്ലല്ലോ. എല്ലാം ചോദിക്കണ്ടേ? എല്ലാത്തിലും ഇടപെടാൻ താല്പര്യമുള്ളവർക്ക് എല്ലാത്തിലും ഇടപെടണം. അവർ തോന്നുന്ന അവർക്ക് ഇഷ്ടമുള്ള ചില സെലക്റ്റഡ് വിഷയങ്ങളിൽ മാത്രം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് രീതിയിലുള്ള നിലപാടാണ് നിങ്ങൾ പറയുന്നത്? പറയുമ്പോൾ എന്നാൽ എല്ലാത്തിലും പറയണം, ഈക്വലായിട്ട് പറയണം. അവിടെ ഫെയർ ഉണ്ടാകണം. അവിടെ ഫെയർ അല്ലാതെ നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ചില ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് പറയാൻ ചാൻസ് കിട്ടുമ്പോൾ ഉടനെ ഓടിച്ചാടി പോയിട്ട് പറയുക, അതെന്ത് അന്യായമാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടനോട് കാണിച്ച ഡിസ്റെസ്പെക്റ്റ്, അത് അഖിൽ കാണിച്ചതായിരിക്കട്ടെ സാഗർ കാണിച്ചതായിരിക്കട്ടെ, വളരെ മോശമായിപ്പോയി. ഇത്രയും സീനിയർ ആയിട്ടുള്ള ലാലേട്ടനോട് ആ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത്. ലാലേട്ടൻ ഒരു കാര്യം പറയുന്നു, സാഗർ കംപ്ലീറ്റ്ലി ലാലേട്ടൻ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ പറഞ്ഞ കാര്യം വിട്ടിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം പറയുന്നു. എന്താ സാഗർ വിചാരിക്കുന്നത്? സാഗറിന് അറിയില്ല, ഇത്രയും ആലോചിച്ച് ചെയ്യുന്ന ഒരാളല്ലേ നിങ്ങൾ. കുറച്ചും കൂടി തല ഉപയോഗിക്കുക. അത്രയും പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ, ഇതും അങ്ങനെ ചെയ്യുക. ഈ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. നാളെ ഇന്ന് നടന്ന എപ്പിസോഡിൻ്റെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഇൻസിഡൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. നിങ്ങൾക്കുള്ള കമൻസ് എന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ ബൈ ബൈ.